വയനാട് ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വനത്തിനുള്ളിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ചേറിൽ പുതഞ്ഞാണ് ആനയ്ക്ക് അന്ത്യമുണ്ടായതെന്ന് കൂടി ചില പ്രേക്ഷകർ പറയുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഈ സ്ക്രീനിൽ കാണുമ്പോൾ അറിയാം, അവിടെ എല്ലാം ചെളിയാണ്, നല്ല ചെളി, ചേറിലാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സുർജിത്ത്, എന്താണ് ആനയ്ക്ക് സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ പ്രദേശം എന്ന് പറയുന്നത് ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷന്റെ ഭാഗമായിട്ടുള്ള ഫോറസ്റ്റ് സെക്ഷന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ്. അതായത് പ്രധാന പാതയ്ക്ക് അരികിൽ വനമേഖലയുണ്ട്, ഒപ്പം തന്നെ അല്പം ജനവാസ മേഖലയുണ്ട്. അതോടൊപ്പം ഒരു തോട്ടം പ്രദേശം കൂടിയാണ്, അതായത് പാമ്പ്ര എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള തോട്ടം പ്രദേശമാണ്. അതിനോട് ചേർന്നാണ് ഈ വനമുള്ളത്. സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന പ്രദേശമാണ്. ഇതിനടുത്ത് ഒരു ഇലക്ട്രിക് ഫെൻസിംഗ് എല്ലാം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് വയനാട്ടിൽ ആദ്യമായി, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായി ചെയ്ത ഒരു ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത്രമാത്രം ഈ വന്യമൃഗ ശല്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ മേഖല. ഇവിടെയാണ് ഒരു കാട്ടാനയെ ഇന്ന് പുറച്ചെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇന്ന് രാവിലെ വാച്ചർമാരാണ് ഇത് കണ്ടെത്തിയത്. ഒപ്പം തന്നെ പ്രദേശത്തുള്ള വീട്ടുകാരും ഈ വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. പരിശോധനയിൽ വ്യക്തമാവുന്ന കാര്യം, ഒരു കൊല്ലി പോലെയുള്ള പ്രദേശമുണ്ട്, ചതുപ്പ് നിലമാണ്. ആ വനത്തിനകത്തൊരു ചതുപ്പ് നിലം, ആ ചതുപ്പ് നിലത്ത് അത് മുഖം പൂണ്ട നിലയിലാണ് കാണുന്നത്. ഈ സ്വാഭാവിക മരണമാണ് എന്ന തരത്തിലുള്ള നിഗമനത്തിലേക്കാണ് വനംവകുപ്പ് എത്തുന്നത്. ഒരുപക്ഷെ പ്രായാധിക്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാകാം ഇങ്ങനെ ചാവാനുള്ള കാരണം എന്നുള്ളതാണ് വനംവകുപ്പ് കണക്കുകൂട്ടുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. DFO അജിത് കെ രാമൻ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോകുന്നുമുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ എന്താണ് ആന ചരിയാനുള്ള കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത കൈവരൂ. SK. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.